അപ്പോൾ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങൾ എടുക്കുന്ന വീഡിയോൻ്റെ പിന്നാമ്പുറം അതെങ്ങനെയാണ് എടുക്കുന്നത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ ഗൈസ്, അപ്പോൾ പ്രത്യേകം പറയാനുള്ളത് നിങ്ങളിതിനൊരു വ്ളോഗായിട്ടൊന്നും കാണരുത്. ഇപ്പം പറഞ്ഞ പോലെ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നുള്ളത്, അത് സ്റ്റോർ ചെയ്യുന്നത് മുതൽ ആ വീഡിയോ എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം മുന്നോട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാവരും കാണാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പം എല്ലാ വീഡിയോസിനും നമ്മൾ സ്റ്റോർ ചെയ്തലൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യലാണ്. ഈ വീഡിയോയ്ക്ക് ഞങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കഥ. ഇങ്ങനത്തെ ഒരു പുസ്തകത്തിൽ നമ്മൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഡയലോഗും കാര്യങ്ങളൊക്കെ മറന്നു കണ്ടൊക്കെ വേണ്ടിയിട്ട് എഴുതി വെച്ചാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി ടൈപ്പ് വീഡിയോ ആണ്. അപ്പം അതിൽ മെയിൻ ക്യാരക്ടർ 4 ആൾക്കാരാണ്. ഒരു അരണ, ഒരു ഒച്ച്, ഒരു ഓന്ത്, പിന്നെ ഒരു ഡോക്ടർ. അതിൽ ഒച്ചയായിട്ട് അഭിനയിച്ച ഞാൻ അരണയാണ് ഗൈസ്. ഞാൻ ഡോക്ടറും. പിന്നെ ഓന്തായിട്ട് അഭിനയിച്ച ആള് നമ്മളെ കൂട്ടുകാരാണ്, ശ്രുതിൻ ചന്ദ്രൻ എന്ന് പറയും. ആളൊരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ്. അപ്പം സ്കൂൾ വിടുന്ന സമയമായി കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഗൈസ് പിന്നെയും പറയാണ്, ഇങ്ങനത്തെ ഒരു വലിയ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. ഒരു ശ്രമമാണ് ഗൈസ്. അപ്പം പോരായ്മകൾ ഉണ്ടാവും, ക്ഷമിച്ചേക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയാം. കമന്റിലൂടെ പറഞ്ഞാൽ മതി, നമ്മൾ അതിനനുസരിച്ച് ഡെവലപ്പ് ആക്കിക്കോളും. ഓക്കെ, അതായത് നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള ഒച്ചിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടാവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകും ഗൈസ്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ ഡോക്ടർ പറയും, കുറച്ച് മരുന്നുകൾ കാണിച്ചിട്ട് ഈ മരുന്നുകൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം, അമ്മയുടെ നില വളരെയധികം ഗുരുതരാണെന്ന് പറയും. അങ്ങനെ ആ സമയത്ത് ഈ ഒച്ചിന് വേഗത അല്ലല്ലോ, ഒച്ചാകെ വിഷമത്തിലാവും. ഒച്ചിന് ഇത് പോകാനും സ്പീഡിൽ പോയിട്ട് ഈ മരുന്നുകൾ എത്തിക്കണമെങ്കിൽ നിസ്സായനാണ് ഒച്ച. അപ്പം അതുകൊണ്ട് പ്ലസ് ഒച്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല, അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഫസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങൾ പോകുന്നത്. അടുത്ത കുറച്ച് ഇമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിസ്സായനായി നിൽക്കുന്ന ഒച്ചിൻ്റെ അടുത്തേക്ക് അരണ എന്ന് പറയുന്ന ക്യാരക്ടർ എൻ്റർ ചെയ്യാണ്. അപ്പം അരണ പറയും, ഈ മരുന്നുകൾ എത്രയും പെട്ടെന്ന് ഞാനിവിടെ എത്തിക്കാമെന്ന് പറയും. അങ്ങനെ ഒച്ചിന് സന്തോഷമാവും. അരണ ആ ലിസ്റ്റുമായിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകും. അതിനുശേഷം ഈ മരുന്നിന് വേണ്ടിയിട്ട് ഒച്ച് കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. ഈ സമയം കുറേ ആയിട്ടും ഈ പോയ അരണ അതിലായിട്ട് തിരിച്ചു വന്നില്ല. അതെ, ഈ ഡോക്ടറാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒച്ചിൻ്റെ അടുത്ത് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ എവിടെ പോയി, കുറേ നേരമായല്ലോ, അമ്മേൻ്റെ ലൈഫ് ഓരോ സെക്കൻഡും പ്രശ്നത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിക്ക്. അപ്പം അവിടെ വരുന്ന ഈ ഒച്ചിൻ്റെ ഒരു ഫീലിങ്സും ആ ഒരു പ്രഷറൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഈ മരുന്ന് വാങ്ങാൻ പോയിട്ടുള്ള അരണയ്ക്ക് എല്ലാ കാര്യങ്ങളും മറന്നുപോയി. അപ്പം ഒച്ചാണെങ്കിൽ അവിടെ കാത്തിരിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മളിതിൽ അവതരിപ്പിക്കുന്നത്, നമ്മൾ ആ രീതിക്ക്. അപ്പം ബാക്കി എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഷൂട്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്ടറെ സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഷൂട്ടിംഗ് സെറ്റ്. നമ്മുടെ ഡോക്ടർ പെരേര. ഇതാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മനുവിൻ്റെ അമ്മേൻ്റെ സാരിയാണ് എടുത്തത്. ആക്ഷൻ നല്ല ആക്ഷൻ. ആക്ഷൻ. അപ്പോൾ ഈ അരണയും ഓന്തും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ എടുക്കാൻ വേറെ ലൊക്കേഷനിലാണ് ഞങ്ങൾ പോയത്. അപ്പം അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ആ ലൊക്കേഷനിൽ ഒരുപാട് മാവുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ എറിഞ്ഞ് തള്ളിയിട്ട് അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്നൊരു കുളിയൊക്കെ കുളിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പം അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത്.
എല്ലാവരും ഹായ് പറയും. അക്ഷയ്